നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വെച്ച് അതിനായി നല്ലപോലെ പണിയെടുത്ത് മുൻപോട്ട് പോകുന്ന സമയത്ത് എല്ലാം തകർന്നു പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിരാശനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു പരിവർത്തനത്തിന്റെ പാതയിലാണ്. അതായത് നിങ്ങൾ കൃത്യമായ ലക്ഷ്യം കാണുകയും കൃത്യമായി ആഗ്രഹിക്കുകയും അതിനായി കൃത്യമായി പണിയെടുക്കുകയും ചെയ്ത് മുൻപോട്ട് പോയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച സക്സസ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങളെ പൂർണ്ണമായ ഒരു പരിവർത്തനത്തിലൂടെ കടത്തിവിടുന്ന പ്രോസസ്സാണ് അവിടെ നടന്നിരിക്കുന്നത്. അതെ, നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ പുതിയൊരു ചാപ്റ്റർ തുറക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക, ആ 7 ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് പരിവർത്തനം സംഭവിക്കണമെങ്കിൽ തീർച്ചയായും ഒരു പുതിയ അവസ്ഥയിലേക്ക് അവസ്ഥാന്തരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉറപ്പായും ഒരുപാട് ദുർഘടം പിടിച്ച വഴിയിലൂടെ പോയേ പറ്റൂ. വളരെ ചെറിയ ഉദാഹരണമായ ഒരു കല്ല് നല്ല പരുവപ്പെട്ട ഒരു കല്ലായി മാറുന്ന ധാരാളം വെള്ളത്തിലൂടെ, ധാരാളം ഒഴുക്കിലൂടെ ഉരുണ്ട് വേദനിച്ച് വന്നു തന്നെയാണ്. അതല്ലെങ്കിൽ മനോഹരമായ ഒരു ശില്പം ഒരുങ്ങുന്നത് കൊത്തുകെട്ടി തന്നെയാണ്. ഒരു പൂമ്പാറ്റ പുഴുവിൽ നിന്നുണ്ടാവുന്നതും വേദനയുടെ പ്രോസസ്സിലൂടെയാണ്. അതുകൊണ്ട് പരിവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പരിവർത്തനം സംഭവിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു ലക്ഷണമാണ് ആ വേദന എന്ന് പറയുന്നത്, ആ തകർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചിന്തിക്കാത്ത രീതിയിലുള്ള മാറ്റം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ പുതിയ എപ്പിസോഡ് അല്ലെങ്കിൽ പുതിയ ചാപ്റ്റർ തുടങ്ങുന്നു എന്നതിന്റെ ലക്ഷണങ്ങളെന്ന്. നമ്പർ 1, യു ഫീൽ എ സെൻസ് ഓഫ് റെസ്റ്റ്ലെസ്നെസ്. അതായത് വളരെ കൃത്യമായി ഡിസിപ്ലിൻഡ് ആയി കാര്യങ്ങളൊക്കെ ചെയ്തു പോയ നിങ്ങൾക്ക് പെട്ടെന്ന് അകാരണമായ ഒരു റെസ്റ്റ്ലെസ് ബിഹേവിയർ വരികയാണ്. റെസ്റ്റ്ലെസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ വരാൻ തോന്നും, ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് പോകാൻ തോന്നും. ആകെ പിടിവിട്ടൊരവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. കൃത്യമായി ചില കാര്യങ്ങൾ ചെയ്യാൻ രാവിലെ പ്ലാൻ ചെയ്യും, പക്ഷെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ എന്തിനൊന്നും അറിയാതെ തിളയ്ക്കുന്ന സാമ്പാർ പോലെ നമ്മൾ പറയാറില്ല, അങ്ങനെ ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞ പോലെ എന്തിനൊക്കെയോ വേണ്ടി ഓടിച്ചാടി നടക്കുന്ന ഒരു മനുഷ്യനായി മാറും. കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാവും. ഇങ്ങനെ ആകെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കും ഇത്തരത്തിലുള്ള പുതിയ ചാപ്റ്റർ തുടങ്ങുന്ന വ്യക്തികൾ പോകുന്ന ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എവറി ന്യൂ ബിഗിനിങ് ഈസ് എൻഡ് ഓഫ് ആൻ ഏർലിയർ ബിഗിനിങ്. എല്ലാ പുതിയ തുടക്കവും പഴയ ഒരു തുടക്കത്തിന്റെ അവസാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കുറച്ചുകൂടെ മികച്ച, കുറച്ചുകൂടെ വൈഡനായിട്ടുള്ള, വിസ്താരമുള്ള ഒരു വലിയ വാതായനം തുറക്കാനാണ് അത്തരത്തിൽ പഴയ ബിഗിനിങ്ങിന് നിങ്ങളൊരു അവസാനം ഉണ്ടാക്കുന്നതെന്നും പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അതുകൊണ്ട് തന്നെ റെസ്റ്റ്ലെസ് ആയിരിക്കും ഈ ഫേസ്. ഡോണ്ട് വറി, കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ സെറ്റിലായി മാറും. നമ്പർ 2, ഓൾഡ് ഹാബിറ്റ്സ് നോ ലോങ്ങർ എക്സിസ്റ്റ്. പഴയ ഹാബിറ്റുകൾ, ധാരാളം ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ, നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടോ, നിങ്ങൾക്ക് വ്യക്തിപരമായോ ധാരാളം ശീലങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ആ ശീലങ്ങളിലെ ഒരുപാട് ശീലങ്ങൾ മാറി ഒരു ബന്ധമില്ലാത്ത പുതിയ കുറെ ശീലങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റഡ് ആവും. ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് തന്നെ നമ്മൾ ചില സമയത്ത് അത്ഭുതത്തോടു കൂടി ചിന്തിച്ചിരിക്കും. പക്ഷേ പഴയ ശീലങ്ങൾ മാറിയിട്ട് പുതിയ കുറെ ശീലങ്ങളാണ് വരുന്നത്. കാരണം എന്താണ്? പഴയ ശീലം വെച്ച് പഴയ റിസൾട്ട് അല്ലേ ചങ്ങാതി ഉണ്ടാക്കാൻ പറ്റൂ. പുതിയ ശീലങ്ങൾ വെച്ചല്ലേ പുതിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ പുതിയ ചാപ്റ്ററിൽ പുതിയ ശീലങ്ങളാണ് നിങ്ങളുടെ ആയുധങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശീലങ്ങൾ നിങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. 3, അൺഎക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റാർട്ട്സ്. നിങ്ങൾ ചിന്തിക്കാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത പുതിയ കുറെ അവസരങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. നിങ്ങൾ എങ്ങനെയാണോ ഇത്രയും നാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ മേഖലയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരി നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. കാരണം ഞാൻ ആഗ്രഹിച്ചതോ ഞാൻ ചെയ്യാനിരുന്നതോ എന്റെ പർപ്പസുമായി ബന്ധപ്പെട്ടതോ ആയ ഒരു അവസരമല്ല വരണത്, ഏതൊക്കെയോ അവസരങ്ങൾ വരികയാണ്. പക്ഷേ ഈ ഓരോ അവസരവും നിങ്ങളുടെ പുതിയ ചാപ്റ്ററിനുള്ള തുടക്കം കുറിക്കാൻ വരുന്നതാണ്. അപ്പൊ ഈ അവസരങ്ങളൊക്കെ ഗ്രാബ് ചെയ്യുക, ഇതൊക്കെ ഉപയോഗിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇത്തരത്തിലൊരു അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയുടെ ബ്രെയിൻ വേവ്സ് തീറ്റ സ്റ്റേജിലായിരിക്കും ഉള്ളത്. തീറ്റ സ്റ്റേജിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സൂപ്പർ ലേണിംഗ് ഫേസ് ആണ്. ഒരു വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ ഒരു കുട്ടിക്ക് സൂപ്പർ ലേണിംഗ് ഫേസ് ആണ്. ആ കുട്ടിയെ സംബന്ധിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. കാരണം എന്താ? ആ കുട്ടിക്ക് ഇവിടെ ജീവിക്കാനുള്ളതാണ് ഭൂമിയിൽ. ഈ ചാപ്റ്റർ ഷിഫ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചും ഇതേപോലെ ഒരു തീറ്റ ലേണിംഗ് പ്രോസസ് നടക്കും. ഈ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ഒരു കപ്പാസിറ്റിയും ഈ വ്യക്തിക്കുണ്ടാവും. അതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്.
4, യു ഫീൽ ഡ്രോൺ ടു ന്യൂ ഐഡിയ ഓർ പ്ലേസ്. നിങ്ങൾ പുതിയ പുതിയ മേഖലകളിലേക്ക്, പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക്, പുതിയ പുതിയ ആശയങ്ങളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതായത് ഇതുവരെ നിങ്ങൾ വീടും നിങ്ങളുടെ ഓഫീസുമായി മാത്രം ജീവിച്ച വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കേരളം വിട്ട് ഒരുപക്ഷെ കയ്യിൽ നിറയെ ക്യാഷുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ത്യ വിട്ട് ഇങ്ങനെ തെക്കോടൊക്കെ നടക്കുന്ന ഒരു അവസ്ഥയിൽ പുതിയ സ്ഥലങ്ങൾ പോയി കണ്ടെത്തുന്ന ആ ഒരു ഇൻക്വസിറ്റീവ്നെസ് മനസ്സിലാക്കാൻ, നിലവിലുള്ള ഹൊറൈസണെ ബ്രേക്ക് ചെയ്ത് അടുത്ത ഹൊറൈസൺസ് കണ്ടുപിടിക്കാനുള്ള ഒരു യാത്രികനായി നിങ്ങൾ മാറും. നിങ്ങൾ ചിലപ്പോൾ ഓൾ ഇന്ത്യ കറങ്ങിയെന്നിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ തന്നെ നിങ്ങൾ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിലെല്ലാം പോയി വന്നെന്നിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ആ ആശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് മണിക്കൂറുകളോളം ഇരിക്കും. ഇത്തരത്തിലുള്ള ഒരു ലക്ഷണവും പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ്. 5, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ഷിഫ്റ്റിംഗ്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ മാറിയിട്ട് വേറെ കുറെ ആൾക്കാർ ബന്ധത്തിലാവും, അല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാരുമായിട്ടായിരിക്കും നമുക്ക് നല്ല കണക്ഷൻ വരുന്നത്. റിലേഷൻഷിപ്പ് മൊത്തം മാറും. പണ്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പുകൾ ആയിരിക്കില്ല ഇപ്പോൾ റിലേഷൻഷിപ്പ്. അവിടെയും ഇവിടെയും നിലനിൽക്കുന്ന കുറെ റിലേഷൻഷിപ്പ് ഉണ്ടാവും. എല്ലാ റിലേഷൻഷിപ്പ് പോകുന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് പോയ കാര്യവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വളരെ ക്ലോസ് ആണെന്ന് തോന്നിയ പല ആൾക്കാരും പോയിട്ട് പുതിയ ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരും. ഇതെങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല. ഇതാണ് ഒരു പുതിയ ബിഗിനിങ്ങിന് മുന്നേ സംഭവിക്കുന്ന ഒരു കാര്യം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ വീട് പണിയാൻ പോണ സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള മുഴുവൻ വീട് പണിയുന്ന ആൾക്കാരായിരിക്കും അല്ലേ? പക്ഷെ നിങ്ങൾ കോടതി പോകുമ്പോൾ അവരായിരിക്കില്ലല്ലോ. കോടതി പോകുന്ന സമയത്ത് ആരായിരിക്കും? വക്കീലായിരിക്കും. ആശുപത്രി പോകുമ്പോഴോ അവിടെ ഡോക്ടർ ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ബിഗിനിങ് വരുമ്പോൾ നിലവിലുള്ള വൈബ്രേഷനുള്ള വ്യക്തികൾ മാറി വേറെ വൈബ്രേഷനുള്ള ഒരുപാട് വ്യക്തികൾ നിങ്ങളെ കണക്ട് ചെയ്യും. അതല്ലെങ്കിൽ നിലവിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഇതേ ഷിഫ്റ്റ് അവർക്ക് സംഭവിക്കണം. അവരും പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്ന വ്യക്തികളായിരിക്കണം. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഷിഫ്റ്റ് ആണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്. 6, യു എക്സ്പീരിയൻസ് ഇന്റൻസ് സെൽഫ് റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നന്നായി റിഫ്ലക്ട് ചെയ്യാൻ കഴിയും. അതുവരെ നിങ്ങളുടെ ശരീരത്തെ പറ്റിയോ നിങ്ങളുടെ മനസ്സിനെ പറ്റിയോ നിങ്ങളുടെ തലച്ചോറിനെ പറ്റിയോ അധികം കൺസേൺഡ് ആവാത്ത വ്യക്തിയായിരിക്കും. ജോലി ചെയ്യണം, കാശ് ഉണ്ടാക്കണം, ജീവിക്കണം, ജോലി ചെയ്യണം, കാശ് ഉണ്ടാക്കണം, ജീവിക്കണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം, കോടീശ്വരനാവണം, ബിസിനസ് ചെയ്യണം, കോടീശ്വരനാവണം, അല്ലെങ്കിൽ സിനിമ നടനാവണം, ഇങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഒരു സാധനം മാത്രം വെച്ച് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഈ ചാപ്റ്റർ ഷിഫ്റ്റിംഗ് വരുമ്പോഴേ നിങ്ങൾ ഉള്ളിൽ ചോദിക്കാൻ തുടങ്ങും, എന്തിനാ ഞാൻ ചെയ്യണം? വാട്ട് ഈസ് എ പർപ്പസ്? സംഭവം എന്റെ ലക്ഷ്യം അതൊക്കെയാണ്, പക്ഷെ എന്തിനാ ഞാൻ ഈ ലക്ഷ്യം അച്ചീവ് ചെയ്യണത്? എന്താണ് എന്റെ പർപ്പസ്? അവനവനിലേക്ക് കൂടുതൽ 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 ചിന്തിക്കാൻ തുടങ്ങും. ഉള്ളിലുള്ള നമ്മളെ പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. എന്താണ് എന്റെ ലൈഫ് മിഷൻ? എന്തിനാണ് ഞാൻ ഭൂമിയിൽ വന്നത്? എന്താണ് എന്റെ വിഷൻ? ഇത്തരത്തിലുള്ള ചിന്തകൾ കണ്ടമാനം വന്ന് അവനവനെ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്നതാണ് 6ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. 7ാമത്തെ ലക്ഷണം, എ സ്ട്രോങ് ഡിസയർ ഫോർ റീഇൻവെൻഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ റീഇൻവെന്റ് ചെയ്യാനുള്ള ഒരു ശക്തമായ ഇന്റൻഷൻ വരും. അതായത് നിങ്ങളുടെ ശരീരം നിങ്ങൾ മാറ്റും. എക്സസൈസ് ചെയ്തും പല കാര്യങ്ങൾ ചെയ്തും ഡയറ്റ് ചെയ്തും നിങ്ങളുടെ ശരീരം ടോട്ടൽ നിങ്ങൾ മാറ്റും. കാരണം പുതിയ യജ്ഞത്തിന് അല്ലെങ്കിൽ പുതിയ ആ ചാപ്റ്ററിന് പുതിയ കരുത്തുള്ള ശരീരം നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളുടെ മനസ്സ് കൂടുതൽ കഠിനമായി മാറും, എന്നാൽ അതേസമയം ഒരുപാട് സ്നേഹമുള്ളതുമായി മാറും. കാരണം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ ടോട്ടൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ബ്രെയിൻ മുൻപത്തേക്കാൾ വളരെ ഫോക്കസ്ഡ് ആയി മാറും. പുതിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായി ആ ഫോക്കസ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ടോട്ടലി ഒരു റീഇൻവെൻഷൻ, നിങ്ങളിൽ തന്നെ ഒരു പുതിയ നിങ്ങളെ നിങ്ങൾ കണ്ടെത്തും. അല്ലെങ്കിൽ പഴയ നിങ്ങളെക്കാൾ 10 ഇരട്ടി മികച്ച ഒരു പുതിയ നിങ്ങളെ നിങ്ങൾ കണ്ടെത്തും. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഒരു ചാപ്റ്റർ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ എപ്പിസോഡ് ഷിഫ്റ്റിംഗ് ഉണ്ടാക്കുന്ന, പാരഡൈം ഷിഫ്റ്റ് അല്ലെങ്കിൽ ഹൊറൈസൺ ഷിഫ്റ്റ് ഇതുണ്ടാക്കുന്ന ആളുകളുടെ 7 ലക്ഷണങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോവുകയും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കാതിരിക്കുകയും എല്ലാം അവസാനിച്ചല്ലോ എന്ന് ആലോചിക്കുകയും ചെയ്ത് റെസ്റ്റ്ലെസ് ആയി നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, വലിയ മഹത്തായ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള തുടക്കമാണോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ തുടക്കം അങ്ങ് എടുത്തിട്ട് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് 1, 2, 3, 4, 5, 6 എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുക. യു വിൽ ബിക്കം ഹൈലി സക്സസ്ഫുൾ. 100% ഷുവർ അബൌട്ട് ദാറ്റ് യു ആർ സ്ട്രോങ്, യു ആർ പവർഫുൾ, യു ആർ കേപ്പബിൾ ആൻഡ് ദ എൻറ്റയർ യൂണിവേഴ്സ് ഈസ് വിത്ത് യു ടു അച്ചീവ് ദാറ്റ് ടാർഗറ്റ്. വിഷിംഗ് യു ഓൾ വെരി ബെസ്റ്റ്. NK signing off.